കഥയെ ആരംഭിക്കുന്നത് ഗോൾഗുട്ടായി എന്നു പേരുള്ള ചെറിയൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഗോൾഗുട്ടായിയുടെ കൂടെ അവളുടെ സഹോദരൻ സഹേദുമുണ്ട്. അവർ അവിടുത്തെ വേസ്റ്റ് യാർഡിൽ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഗുട്ടായിക്ക് ആ സമയം പാതി കത്തിയ ഒരു പുസ്തകം കിട്ടി. തന്റെ സഹോദരൻ സഹേദിനെ ഒച്ചയുണ്ടാക്കി ഗുട്ടായി വിളിച്ചു. സഹേദ് അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ അവരെപ്പോലെ മറ്റു നിരവധി കുട്ടികളുമുണ്ട്. അവരും വേസ്റ്റൊക്കെ പേർക്കുകയാണ്. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം, അതിജീവനമാണ് മുമ്പിലുള്ള ലക്ഷ്യം. സ്കൂളിൽ പഠിക്കേണ്ടുന്ന പ്രായമാണ്. പക്ഷേ വിശപ്പ് വിദ്യാഭ്യാസത്തെ പുച്ഛിക്കുന്ന, അതിജീവനം വിദ്യാഭ്യാസത്തെ പുച്ഛിക്കുന്ന അപൂർവമായ കാഴ്ചകളിലൊന്ന്. അവരങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു കയ്യിൽ പന്തവുമായി കുറച്ച് കുട്ടികൾ ശരീരമാസകലം പൂടെയുള്ള ഒരു നായയെ ഓടിച്ചിടുന്നത് അവർ കണ്ടത്. അതൊരു വിദേശ നായയാണ്, അതിനെ കൊല്ലണം എന്നലറിക്കൊണ്ടാണ് ആ കുട്ടികൾ ഓടുന്നത്. അത് കണ്ടതും സഹേദ് ആ കുട്ടികളുടെ കൂടെ ഓടി. ഗുട്ടായി അവിടെ നിന്ന് പോവാൻ സഹോദരനെ ഉറക്ക വിളിക്കാൻ തുടങ്ങി. സഹേദ് അത് കേട്ടിട്ട് പോലുമില്ല. ഓടിയോടി ആ നായ ഒരു കുഴിയിൽ വന്നു വീണു. കുട്ടികൾ പന്തവുമായി മുകളിൽ നോക്കി നിന്നു. ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊരു അമേരിക്കൻ നായയാണ്, താലിബാനെ സ്പൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, അതിനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. കുട്ടികൾ പന്തങ്ങൾ ആ കുഴിക്കകത്തേക്ക് ഇട്ടു. അതിനുള്ളിൽ പുക നിറഞ്ഞു. ആദ്യമൊക്കെ നായ കുരയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞതും നായയുടെ കുര നിന്നു. നായ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞ കുട്ടികൾ പിരിഞ്ഞുപോയി. ഇതേ സമയം സഹേദാകട്ടെ ആ കുഴിയുടെ മറുവശത്തുള്ള മറ്റൊരു പൊത്തിന്റെ ഭാഗത്ത് പോയിരിക്കുകയായിരുന്നു. വൈകാതെ കാര്യം വ്യക്തമായി. ആവശ്യത്തോടെ ഗുട്ടായി അകത്തേക്ക് പോയിട്ടുണ്ട്. ഗുട്ടായി പോയി ആ നായയെ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുവന്നു. അതിന് പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗുട്ടായി ആ നായയെ വളർത്താൻ വേണ്ടി ദത്തെടുത്തു. അന്ന് രാത്രിയോടെ അവർ അവിടെ നിന്നും വലിയൊരു കെട്ടിടത്തിന്റെ ഭാഗത്തേക്കെത്തി. അവിടുത്തെ വലിയ ഇരുമ്പ് ഗേറ്റിൽ മുട്ടി വിളിച്ചു. വാതിൽ തുറന്ന് ഒരു പട്ടാളക്കാരൻ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് വ്യക്തമാകുന്നത് അതവിടുത്തെ ജയിലാണ്. അവരുടെ മാതാവ് ആ ജയിലിലാണുള്ളത്. അവരുടെ പിതാവ് ഒരു മുല്ലയായിരുന്നു. താലിബാന്റെ ഭാഗമായി അമേരിക്കയോട് പൊരുതുവാൻ പോയ അയാൾ യുദ്ധത്തിൽ പിടികൂടപ്പെട്ട് ഇപ്പോൾ അമേരിക്കൻ ജയിലിലാണ്. യുദ്ധത്തിന് പോയ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിച്ച അവരുടെ മാതാവ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ പിതാവിനെ ജീവനോടെ പിടിച്ച് അമേരിക്കൻ ജയിലിൽ അടച്ച വിവരം പുറത്തു വന്നതും ആ സ്ത്രീ ചെയ്തത് വേശ്യാവൃത്തിയാണ് എന്ന കുറ്റത്തിന്റെ പേരിൽ താലിബാൻ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അവർ ജയിലിലാണ്. ആ പാവം കുട്ടികൾ അനാഥരെ പോലെ പകൽ സമയം പുറത്ത് അതിജീവനത്തിനായി ഓരോരോ ജോലികൾ ചെയ്ത് ഭക്ഷണം കണ്ടെത്താൻ ശ്രമിക്കും. രാത്രിയോടെ ആ ജയിലിന് മുമ്പിലെത്തും. ആ ജയിലിൽ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു പട്ടാളക്കാരനുണ്ട്. ആതിഫ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ കുട്ടികളെ സഹായിക്കും. രാത്രിയിൽ ജയിലിനകത്ത് അവരുടെ അമ്മയുടെ കൂടെ ഉറങ്ങുവാനുള്ള അവസരം അയാൾ ഒരുക്കി കൊടുക്കും. ആദ്യം ആതിഫ് ഇരുവരുടെയും ശരീരം ചെക്ക് ചെയ്തു. പിന്നാലെ അവരുടെ കണ്ണുകൾ കെട്ടി. ജയിലിനകത്തേക്ക് അവരെ കയറ്റുമ്പോൾ അവിടുത്തെ പാതകളും മറ്റ് കാര്യങ്ങളുമൊന്നും അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ ഒടുവിൽ അവർ അവരുടെ അമ്മയുടെ സെല്ലിലേക്ക് എത്തിക്കപ്പെട്ടു. അവരുടെ അമ്മയ്ക്ക് ആ ജയിലിൽ കിടക്കുന്നത് വല്ലാത്ത നിരാശയായിരുന്നു. ഇതിലും ഭേദം മരണമാണ് എന്നവർ പലവരും പറയുന്നുണ്ട്. ജയിലിനകത്ത് വെച്ച് അവർ വൃത്തിയായി. നായയെയും കുളിപ്പിച്ചു. അവിടെ തന്നെ കുക്ക് ചെയ്തിരുന്ന ഭക്ഷണം കഴിച്ചു. രാത്രി കിടക്കാൻ നേരം അമ്മ ഗുട്ടായിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യമെന്തായി? നിങ്ങൾക്ക് ജയിലിൽ പോയി നിങ്ങളുടെ അച്ഛനെ കാണാൻ സാധിച്ചോ? ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് പറയാനായോ? പക്ഷേ ഗുട്ടായിക്കും സഹേദിനും അതുവരേക്കും അവരുടെ അച്ഛനെ കാണാൻ സാധിച്ചിരുന്നില്ല. അവരുടെ അമ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ അച്ഛനോട് പറയുവാൻ വേണ്ടി. യുദ്ധത്തിന് പോയ അവരുടെ പിതാവ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു നാട്ടിൽ മൊത്തം വാർത്ത പറഞ്ഞത്. അത് താൻ വിശ്വസിക്കുകയും ചെയ്തു. വീട്ടിൽ ദാരിദ്ര്യവും മറ്റുമായപ്പോഴാ താൻ മറ്റൊരു വിവാഹം കഴിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു. അദ്ദേഹം തന്നോട് അതിന് ക്ഷമിക്കണം. മക്കളുടെ അടുത്ത് അച്ഛന്റെ അടുക്കൽ പറയാൻ പറഞ്ഞിരിക്കുന്നത് ഈ വാക്കുകളാണ്. അതിനൊരു കാരണവുമുണ്ട്. ഗുട്ടായുടെയും സഹീദിന്റെയും പിതാവ് അവരുടെ മാതാവ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ തെറ്റിനുമേൽ അവരോട് ക്ഷമിച്ചാൽ അവർക്ക് ജയിൽ മോചിതയാകാം. എങ്ങനെയെങ്കിലും ഈ വിവരം പിതാവിന്റെ അടുക്കലെത്തിക്കണം. അതിനെപ്പറ്റി ഗുട്ടായിയും സഹീദും അന്ന് സംസാരിച്ചു. ഇതേ സമയം അടുത്ത സെല്ലിലുള്ള ആ അടുത്ത് പ്രസവിച്ച ഒരു സ്ത്രീയുടെ കുട്ടി വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അവിടം തണുപ്പുകാലമാണ്. അപ്പോൾ വല്ലാതെ തണുത്തിട്ടാണ് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടതും ഗുട്ടായുടെ അമ്മ അവർക്ക് കുറച്ച് വിറകുകൾ കൈമാറി. അവിടെ ഉണ്ടായിരുന്നവരിൽ നിരവധി വനിതകളും വേശ്യാവൃത്തിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇതുപോലെ ജയിലിൽ കഴിയുന്നവരാണ്. ഭർത്താവ് മരിച്ചു എന്ന് കരുതി രണ്ടാമത് വിവാഹം കഴിച്ചവരും ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ശരീരം വിറ്റവരുമടക്കം അതിൽപ്പെടും.
അടുത്ത ദിവസം പുലർച്ചെയായി സഹീദിനെയും ഗൊട്ടായെയും ജയിലിൽ നിന്ന് പുറത്താക്കി. അവർ അവരെ തന്നെ വിളിച്ചിരുന്നത് നൈറ്റ് പ്രിസണേഴ്സ് എന്ന പേരിലായിരുന്നു. പോകുന്ന സമയത്ത് അമ്മ അവരോടായി വീണ്ടും പറഞ്ഞു, അച്ഛനെ ചെന്ന് കാണണം. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അച്ഛനോട് പറയണം. എന്നാലേ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടൂ. ഇല്ലെങ്കിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എന്റെ വധശിക്ഷ നടപ്പാക്കും. അവിടെ നിന്നിറങ്ങിയവർ പതിവ് പോലെ സ്ക്രാപ്പ് യാർഡിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ ശേഖരിച്ചു. അതുമായി ടൗണിൽ വന്ന് ഒരു കച്ചവടക്കാരനുമായി കച്ചവടം നടത്തി. പ്രതിഫലമായി കിട്ടിയത് ഒരു കഷ്ണം ഞാനായിരുന്നു. അത് കണ്ടതും ഗുട്ടായുടെ മുഖത്ത് ഒരു തെളിച്ചം തന്നെ വരുന്നുണ്ട്. അവരുടെ കയ്യിൽ കുറച്ച് വിറകുകൾ കൂടിയുണ്ടായിരുന്നു. അവരത് ആ കച്ചവടക്കാരന് കൊടുത്തു. അതിന് പ്രതിഫലമായി കുറച്ച് പണവും ഗുട്ടായിക്കും സഹീദിനും കൂടി ലഭിക്കുകയുണ്ടായി. കഴിക്കുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെയുള്ള ആ നായ്ക്കും കുറച്ച് ഭക്ഷണം കൊടുക്കാൻ ഗുട്ടായി ശ്രമിച്ചെങ്കിലും ആ നായ അത് ചെറുതായി ഒന്ന് നക്കിയതേയുള്ളൂ. അത് കഴിച്ചില്ല. ആ സമയമാണ് അതുവഴി അമേരിക്കൻ പട്ടാളത്തിന്റെ വാഹനങ്ങൾ കടന്നു പോവാൻ തുടങ്ങിയത്. ഗുട്ടായി അത് നോക്കി ടാറ്റ വീശി കാണിക്കാൻ തുടങ്ങി. സഹീദ് പറഞ്ഞു, എന്തിനാ നീ അത് ചെയ്യുന്നത്? അത് ചെയ്യരുത്. അവരാണ് നമ്മുടെ പിതാവിനെ ജയിലിൽ അടച്ചിരിക്കുന്നത്. അവിടെ നിന്നവർ കുറച്ചു ദൂരം മുമ്പോട്ടേക്ക് നടന്നു. ഒരു ചെറിയ കടയുടെ മുമ്പിലെത്തി. അതിനു മുമ്പിൽ മനോഹരമായ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. സഹീദിന് അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അത് വാങ്ങാൻ വേണ്ടി അവൻ അതിന്റെ വില ചോദിച്ചു. 10 അഫ്ഗാനി റിയാലാണ് പറഞ്ഞത്. അത്രയും തുക അവന്റെ പക്കലില്ല. ഒടുവിൽ വിലപേശി 5 റിയാലിന് അവൻ അത് വാങ്ങി. തങ്ങളുടെ പിതാവിന് സമ്മാനമായി കൊടുക്കാനായിരുന്നു അത്. ഇരുവരും മുമ്പിലേക്ക് നടന്ന് ഒടുവിൽ അവരുടെ അച്ഛനെ അടച്ചിരിക്കുന്ന ആ ജയിലിന്റെ മുമ്പിലെത്തി. അവിടെ നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കാൻ ആരംഭിച്ചു. കുറെ സമയത്തിന് ശേഷമായിരുന്നു അവരുടെ പേര് വിളിക്കപ്പെട്ടത്. അവരിരുവരും മുമ്പിലേക്ക് ചെന്നു. പക്ഷേ അകത്തേക്ക് അവരിൽ ഒരാൾക്കേ പ്രവേശനം കൊടുക്കുമായിരുന്നുള്ളൂ. ഗൊട്ടായിയെ മാറ്റി നിർത്തി സഹീദിനായിരുന്നു അകത്തേക്ക് പ്രവേശനം കൊടുത്തത്. എല്ലാം പറയണം എന്ന് സഹീദിനോട് പറഞ്ഞ് ഗൊട്ടായി അവനെ പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് സഹീദ് പുറത്തേക്ക് വന്നു. ഗൊട്ടായി സഹീദിനോട് ചോദിച്ചു, നീ വാപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്താ അദ്ദേഹം പറഞ്ഞത്? സഹീദ് മറുപടി പറഞ്ഞു, നമ്മുടെ അമ്മ മരിച്ചാലും ഇല്ലെങ്കിലും ഒന്നും തന്നെ അയാൾക്കൊരു പ്രശ്നവുമില്ലെന്നാ പറഞ്ഞത്. അദ്ദേഹം തിരിച്ചു വരുന്നത് നോക്കി നമ്മുടെ അമ്മ കാത്തിരുന്നില്ലത്രേ. അത് വലിയ കുറ്റമാണത്രേ. കാത്തിരിക്കാത്തത് പോകട്ടെ, നമ്മുടെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചത് വളരെ വലിയ കുറ്റമാണെന്നാ പറയുന്നത്. ഒരിക്കലും നമ്മുടെ പിതാവ് നമ്മുടെ അമ്മയ്ക്ക് മാപ്പ് കൊടുക്കില്ലെന്നാ പറയുന്നേ. അവിടെ നിന്ന് പോന്നിയവർ ഒരു പള്ളിയുടെ പരിസരത്തെത്തി. സഹീദ് അമ്മയ്ക്കും മറ്റും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ പള്ളിയുടെ അകത്തേക്ക് ചെന്നു. കൂടെ നായുള്ളത് കൊണ്ട് അതിനെ സംരക്ഷിച്ച് ഗൊട്ടായി പുറത്തു നിന്നു. കുറച്ചു കഴിഞ്ഞ് അവർ അവിടെ നിന്നും സ്ക്രാപ്പ് പെറുക്കാനായി പോയി. ശേഷം സന്ധ്യയോടെ ജയിലിന്റെ മുമ്പിലേക്ക് എത്തി. ജയിലിന്റെ വാതിലിൽ മുട്ടി വിളിച്ചു. ഇത്തവണ വാതിൽ തുറന്നത് മറ്റൊരു പട്ടാളക്കാരനായിരുന്നു. തങ്ങൾ നൈറ്റ് പ്രിസണേഴ്സ് ആണെന്നും തങ്ങൾ അമ്മയുടെ അടുത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് എന്നും അവർ പറഞ്ഞു. ആതിഫ് എന്നൊരു പട്ടാളക്കാരന് ഞങ്ങളെ അറിയാമെന്നും അറിയിച്ചു. അയാൾ പോയി ആതിഫിനെ പറഞ്ഞയച്ചു. ആതിഫ് എത്തി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പുതിയ ഓർഡറുകൾ വന്നു. നൈറ്റ് പ്രിസണേഴ്സ് ഒന്നും പാടില്ല എന്ന് സ്ട്രിക്റ്റായി ഉത്തരവുണ്ട്. നിങ്ങളെ നിങ്ങളുടെ അമ്മയ്ക്കടുത്തേക്ക് വിടാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളെ അകത്തേക്ക് വിട്ടാൽ എന്റെ ജോലി പോകും. ഗൊട്ടായി ആതിഫിനോട് അപേക്ഷിച്ചു. ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല. രാത്രിയിൽ ഞങ്ങൾ എന്തു ചെയ്യും? നല്ല തണുപ്പാണ്. പക്ഷേ ആതിഫിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആതിഫ് ജയിലിന്റെ വാതിലടച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ആ കുട്ടികൾ കുറച്ചുനേരം അവിടെ നിന്നു. ഈ സമയം ജയിലിന് പുറത്ത് വൃത്തിയായ ഒരു സ്ത്രീ 5 കുട്ടികളുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലേക്ക് ഒരു പട്ടാളക്കാരൻ വന്ന് ഒരു പിഞ്ചുകുഞ്ഞിനെ കൈമാറി. അവർ ആ കുട്ടികളുടെ മുത്തശ്ശിയാണ്. ആ കുട്ടികളുടെ അമ്മയാണ് ജയിലിൽ കഴിയുന്ന ആ അടുത്ത് കുട്ടിയെ പ്രസവിച്ച ആ സ്ത്രീ. ഗൊട്ടായുടെ അമ്മ വിറകൊക്കെ കൊടുത്തല്ലോ, അതേ സ്ത്രീ തന്നെ. വേശ്യാവൃത്തിയായിരുന്നു അവരുടെ പേരിലും ആരോപിക്കപ്പെട്ടത്. ഇന്ന് അവരുടെ വധശിക്ഷയാണ്. പട്ടാളക്കാരൻ ആ മുത്തശ്ശിയോട് അത് പറഞ്ഞതും അവർ വേദനയോടെ വിങ്ങിപ്പൊട്ടി. ഈ ചെറു കുട്ടികളെ കൊണ്ട് ഞാനെന്തു ചെയ്യും? ഇവരുടെ അമ്മയെ വെറുതെ വിട്ടുകൂടെ? ആ സ്ത്രീ വേദനയോട് ചോദിച്ചെങ്കിലും ആ പട്ടാളക്കാരൻ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അയാൾ തിരികെ ചെന്ന് ജയിലിന്റെ വാതിലടച്ചു. നിസ്സഹായായി ആ സ്ത്രീ ആ ചെറു കുട്ടികളുമായി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. സമയം രാത്രിയായി. വലിയ തോതിൽ തണുപ്പ് പടർന്നിരിക്കുകയാണ്. ഒരിടത്ത് ചെറുതായി തീയിട്ട് സഹേദും ഗൊട്ടായിയും ഇരിക്കാൻ തുടങ്ങി. അധികനേരം അവിടെ തുടരാൻ സാധിച്ചില്ല. അവർ അവിടെ നിന്ന് മുമ്പോട്ടേക്ക് നടന്നു. തണുപ്പ് കൂടി വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് നിർത്തിയിട്ടിരിക്കുന്ന ഒരു പഴയ കാർ അവർ കണ്ടു. ആ കാറിൽ ഒരു ആന്റണിയുണ്ട്. അകത്തേക്ക് നോക്കിയപ്പോൾ അകത്ത് ടിവിയുണ്ട്. കാറിനുള്ളിൽ പ്രായമേറിയ ഒരു വ്യക്തി താമസിക്കുന്നു. പിന്നാലെ വാതിൽ തുറന്ന അയാൾ പുറത്തേക്ക് വന്നു. അയാളെ കണ്ടതും ഭയന്ന് ആ കുട്ടികൾ അവിടെ നിന്നോടി. രാത്രിയിൽ തങ്ങാൻ അവർക്കൊരിടം വേണം. അവിടെ നിന്നും നടന്ന് അവർ ഒരിടത്തേക്ക് എത്തിച്ചേർന്നു. നിരവധി കാർട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. ആ
ആ കാർട്ടിന്റെ താഴ്ഭാഗത്ത് ഒരു അറയുണ്ട്. അതിനുള്ളിൽ രണ്ടുപേർക്ക് സുഖമായി കിടക്കാൻ സാധിക്കും. തണുപ്പിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യാം. അതിലൊന്നിൽ കയറുവാൻ വേണ്ടി അവർ കാർട്ടിന്റെ അടിഭാഗം തുറന്നു. പക്ഷേ അതിനോടകം മറ്റൊരു കുട്ടി ഉറങ്ങുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ അവന്റെ ഉറക്കം ഡിസ്റ്റർബ് ആക്കിയതും ആ പയ്യൻ പുറത്തേക്ക് വന്നു. അവരെ വഴക്ക് പറയാൻ തുടങ്ങി. ഗൊട്ടായി കാര്യങ്ങൾ പറഞ്ഞു. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിനുള്ളിൽ ഒരാൾ ഉണ്ടെന്ന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. ആ പയ്യൻ ദേഷ്യത്തിൽ സഹേദിന്റെ കൊക്കിന് പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്റെ അനിയനെ വിടാനെന്ന മട്ടിൽ ഗൊട്ടായി പറഞ്ഞു. അവൻ കൈയെടുത്തു. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ അല്പം മുതിർന്ന ആ പയ്യൻ അവരോട് ആ കാർട്ടിനുള്ളിൽ തങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നാലെ ആ പയ്യൻ മറ്റൊരു കാര്യവും സഹേദിനോട് കൂട്ടിച്ചേർത്തു. ഈ ഇടം കുറച്ചധികം അപകടം പിടിച്ചതാണ്. കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ വന്ന് ഇവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നീ നിന്റെ സഹോദരിയെ കൂട്ടിയേക്കരുത്. സഹേദ് മറുപടി പറഞ്ഞു. ഞങ്ങൾ എല്ലാ ദിവസവും ജയിലിൽ കഴിയുന്ന ഞങ്ങളുടെ അമ്മയ്ക്കൊപ്പമാ താമസിച്ചിരുന്നേ. പക്ഷേ ഇന്ന് തൊട്ട് ഞങ്ങൾ അവിടെ കയറ്റില്ലെന്ന് പട്ടാളക്കാരൻ പറഞ്ഞു. നിങ്ങൾക്ക് ജയിലിലാണോ പോവേണ്ടത്? എങ്കിൽ വഴിയുണ്ട്. എന്തെങ്കിലും മോഷ്ടിച്ചാ മതി. ഞാനും എന്റെ സുഹൃത്തും ഒരു വീഡിയോ സ്റ്റോറിൽ മോഷണം നടത്തി. എന്റെ കൂട്ടുകാരൻ പിടിക്കപ്പെട്ടു. അവനിപ്പോ ജയിലിലാ ഉള്ളത്. അന്ന് സഹേദും ഗൊട്ടായിയും അതിനെപ്പറ്റി ചിന്തിച്ചു. ജയിലിൽ തങ്ങൾ സുരക്ഷിതരായിരിക്കും. അമ്മയ്ക്കൊപ്പം കിടക്കാം. ജയിലിൽ പോകണമെങ്കിൽ മോഷ്ടിച്ചാൽ മതി. പുലർച്ചെയോടെ കുട്ടികൾ കാർട്ടിൽ നിന്ന് പുറത്തു വന്നു. തലേന്ന് തങ്ങളോട് സംസാരിച്ച ആ കുട്ടിക്ക് ചെറിയൊരു പൈസ കൊടുത്ത് ഗൊട്ടായിയും സഹേദും അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങി. പോകുന്ന സമയം ആ പയ്യൻ വിളിച്ചു പറഞ്ഞു, അടുത്ത തവണ വരുമ്പോ നിന്റെ സഹോദരിയെ കൂട്ടിയേക്കരുത്. അവർ അവിടെ നിന്ന് നടന്ന് ജയിലിന്റെ മുമ്പിലെത്തി. ഡോറിൽ തട്ടിയപ്പോ ഒരു പട്ടാളക്കാരൻ വാതിൽ തുറന്നു. നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? ചെയ്ത കുറ്റമെന്താണ് എന്ന മട്ടിൽ അയാൾ ചോദിച്ചു. ഗൊട്ടായി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. ഞങ്ങളുടെ പിതാവ് യുദ്ധത്തിന് പോയി. കഴിഞ്ഞ 5 കൊല്ലമായി മിസ്സിംഗ് ആയിരുന്നു. അമ്മ മറ്റൊരു വിവാഹം കഴിച്ചു. പക്ഷെ അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നതാണ്. അത് കേട്ടതും ആ പട്ടാളക്കാരൻ അസഭ്യമായ രീതിയിലായിരുന്നു അവരുടെ അമ്മയെപ്പറ്റി സംസാരിച്ചത്. തങ്ങളുടെ അമ്മയെ അത്തരമൊരു മോശം വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് കേട്ടതും സഹേദിന് സഹിച്ചില്ല. സഹേദ് അയാളെ ചീത്ത വിളിക്കാൻ ആരംഭിച്ചു. സഹേദിനെ പിടിക്കാൻ ആ പട്ടാളക്കാരൻ പുറത്തേക്കിറങ്ങി വന്നു. അയാളെ ചീത്ത വിളിച്ചുകൊണ്ട് സഹേദ് അവിടെ നിന്നോടി. കുറച്ചു കഴിഞ്ഞ് സഹേദും ഗൊട്ടാലിയും അവിടെ നിന്ന് മുമ്പോട്ടേക്ക് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് വൃദ്ധയായ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നത് അവർ കണ്ടു. ചുറ്റിലും കുറച്ച് കുട്ടികൾ കൂടിയിരുന്ന് കരയുന്നുണ്ട്. തലേന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ സ്ത്രീയുണ്ടല്ലോ, അവരുടെ മക്കളെ കൊണ്ടുപോയ ആ മുത്തശ്ശിയായിരുന്നു അത്. രാത്രിയിലെ കനത്ത തണുപ്പ് താങ്ങാൻ പറ്റാതെ മരണപ്പെട്ടതാണ്. ആ കൊച്ചു കുട്ടിയടക്കം അത്രയും കുട്ടികൾ പൂർണ്ണ അനാഥരായി അവിടെ നിലകൊള്ളുന്നു. തങ്ങളുടെ മുത്തശ്ശിയുടെ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അമ്മയ്ക്ക് അടുത്തെത്തണം. ജയിലിനകത്ത് കയറണം. അതിനി ഒരു വഴിയേയുള്ളൂ. തലേന്ന് ആ പയ്യൻ പറഞ്ഞ പോലെ മോഷ്ടിക്കുക. സഹേദും ഗൊട്ടായിയും അതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ തുടങ്ങി. അവർ ആദ്യമേ തീരുമാനിച്ചത് തലേന്ന് അവർ കണ്ട ആ ഒരു കാറുണ്ടല്ലോ, TV ഒക്കെയായി ഒരാൾ താമസിക്കുന്ന ആ കാറിനകത്ത് കയറുക, TV മോഷ്ടിക്കുക. അയാൾ പിടികൂടും, ജയിലിൽ ഏൽപ്പിക്കും. പ്ലാൻ ചെയ്ത് അയാളില്ലാത്ത തക്കം നോക്കി അവർ ആ കാറിന്റെ അകത്ത് കയറി. കുറച്ചുനേരം TV വെച്ച് കണ്ടു. TV മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല. അതൊരു ഇരുമ്പുകൂട്ടിലായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അതിന്റെ ഉടമയായ വ്യക്തി കടന്നു വരുന്നത്. അയാളെ കണ്ടതും സഹേദ് ഇറങ്ങി ഓടാൻ തുടങ്ങി. അത് കണ്ട് അയാൾ ഓടിച്ചിട്ട് തന്നെ പിടിക്കട്ടെ, ജയിലിൽ അടയ്ക്കട്ടെ എന്നായിരുന്നു അവന്റെ ലക്ഷ്യം. ഗൊട്ടായി ആണെങ്കിൽ അപ്പോഴും കാറിലിരിക്കുകയാണ്. അയാളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നേയില്ല. ആകാശത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു, ഒരു വശത്തുനിന്ന് റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, മറുവശത്തുനിന്ന് അമേരിക്ക. ഇതിലെവിടെ പോയി രക്ഷപ്പെടാനാ? ഗൊട്ടായി ഇറങ്ങി അയാളുടെ കാൽ പിടിച്ചു. ഞങ്ങള് ജയിലിലേക്ക് അയക്കാൻ പറഞ്ഞു. അയാൾ പക്ഷേ അത് മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ കുട്ടികളെ അവഗണിച്ച് തന്റെ കാറിൽ കയറി ഡോർ അടച്ചു. അവരുടെ ആശ്രമം പരാജയപ്പെട്ടു. ഒന്നുകൂടി അച്ഛനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു നോക്കാം, അമ്മയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാം എന്ന് ചിന്തിച്ച് അവർ ഒന്നുകൂടി അച്ഛന്റെ ജയിലിലെത്തി. ഇത്തവണ ഗൊട്ടായിക്ക് അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു. ഗൊട്ടായി കയറി അച്ഛനോട് സംസാരിച്ചു. തിരികെ ഇറങ്ങി വന്നപ്പോ അവൾ വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. സഹേദ് കാര്യം ചോദിച്ചു. അവരുടെ അച്ഛൻ ഒരിക്കലും അവരുടെ അമ്മയോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞത്രേ. അവരുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞപ്പോ അവർക്കായി അച്ഛൻ ഉപദേശവും കൊടുത്തു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ചെന്ന് കാണാൻ. ആ സുഹൃത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന്. എന്തായാലും അച്ഛൻ പറഞ്ഞതാണല്ലോ. ആ അഡ്രസ് തപ്പി അവർ ആ സുഹൃത്തിനെ കാണാൻ ചെന്നു. ആ സുഹൃത്തിനെ മീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവർക്ക് അഭയം കൊടുക്കാൻ ആ സുഹൃത്തും തയ്യാറായില്ല. അവർക്കങ്ങനെ അവിടെ നിന്ന് തിരികെ ഇറങ്ങേണ്ടി വന്നു. സമയം സന്ധ്യയോടടുക്കാറായി. എവിടെങ്കിലും അഭയം തേടണം. അമ്മയുള്ള ജയിലിലേക്ക് ആ കുട്ടികൾ ചെന്നു. ഡോറിൽ മുട്ടി. ഇത്തവണയും പുറത്തു വന്നത് തലേന്ന് സഹേദുമായി വഴക്കുണ്ടാക്കിയ സഹേദ് ചീത്ത വിളിച്ച അതേ പട്ടാളക്കാരനായിരുന്നു. തലേന്നത്തെ കാര്യങ്ങളുടെ പേരിൽ സഹേദ് അയാളോട് ക്ഷമ ചോദിച്ചു. അയാൾ പക്ഷേ
ദേഷ്യത്തിൽ കല്ലെടുത്ത സഹേദിനെ എറിയുകയും മറ്റുമായിരുന്നു ചെയ്തത്. സഹേദ് ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നോടി. ഗൊട്ടായി അദ്ദേഹത്തെ തടഞ്ഞു. തങ്ങളുടെ നിസ്സഹായാവസ്ഥ അയാളോട് വിശദീകരിച്ചു. ഗൊട്ടായിയുടെ വാക്കുകൾ കേട്ടപ്പോൾ, നിസ്സഹായാവസ്ഥ കണ്ടപ്പോ അയാളുടെ മനസ്സലിഞ്ഞു. വേദനയോടെ സ്നേഹത്തോടെ ഗൊട്ടായിയോട് അയാൾ പറഞ്ഞു, ഈ ജയിലിൽ ഈ ജോലി ചെയ്തിട്ട് നിസ്സാര പണമാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളെ അകത്തേക്ക് വിട്ടാൽ എന്റെ ജോലി പോകും, എന്റെ കുടുംബം പട്ടിണിയിലാകും. എന്നോട് ക്ഷമിക്കണം. അദ്ദേഹത്തിന്റെ അവസ്ഥ ഗൊട്ടായിക്കും മനസ്സിലാകുമായിരുന്നു. ഗൊട്ടായി അവിടെ നിന്ന് തിരികെ നടന്നു. അവർ അവിടെ നിന്നും നേരെ മാർക്കറ്റിലേക്ക് പോയി. അവിടെ ഒരു സ്ത്രീ എന്തൊക്കെയോ സാധനം വാങ്ങിപ്പോകുന്നത് കണ്ടു. അവരുടെ കയ്യിൽ നിന്ന് സാധനം മോഷ്ടിച്ചോടാൻ സഹേദ് ശ്രമിച്ചെങ്കിലും ആ സ്ത്രീ അവനെ കൈയോടെ പിടികൂടി അവനെ തല്ലുകയും ചെയ്തു. ആ സ്ത്രീ മക്കൾക്കായി ഭക്ഷണം വാങ്ങി പോകുന്ന വഴിയായിരുന്നു. പിന്നാലെ അവർ ആ ഭക്ഷണപ്പൊതിയിൽ നിന്ന് ഭക്ഷണമെടുത്ത സഹേദിന് കൊടുത്തു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഗൊട്ടായി കരച്ചിലോടെ പറഞ്ഞു, ഞങ്ങളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കൂ, ഞങ്ങളെ ജയിലിൽ അടയ്ക്കൂ. പക്ഷേ ആ സ്ത്രീ അതൊന്നും ചെവികൊണ്ടില്ല. അവിടെ നിന്ന് അവർ നടന്നുപോയി. അവരുടെ ആശ്രമവും പരാജയപ്പെട്ടു. അവിടെ നിന്ന് നടന്നിയവർ അവിടെയുള്ള ഒരു ഇറച്ചിക്കടയുടെ അടുത്തെത്തി. അവിടെ നിന്നൊരു ഇറച്ചി കഷ്ണം മോഷ്ടിച്ച് സഹേദ് ഓടാൻ തുടങ്ങി. കടക്കാരൻ വന്ന് പിടിക്കുമെന്നും ജയിലിൽ പോവാമെന്നും അവൻ ചിന്തിച്ചിരുന്നു. പക്ഷെ ആ ഇറച്ചിക്കടക്കാരൻ അവനെ കണ്ടതേയില്ല. അവരുടെ ആശ്രമവും പരാജയപ്പെട്ടിരുന്നു. രണ്ടു കുട്ടികളും അടുത്തുള്ള ഒരു മൈതാനത്തെത്തിയിരുന്നു. ആ ഇറച്ചി കഷ്ണം കൊണ്ട് എന്തു ചെയ്യാനാണ്? ഇരുവരും പരസ്പരം പറഞ്ഞു. അവരുടെ നായ പോലും അത് തിന്നുന്നില്ല. ആ നായ ഒന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ തുടർന്നാൽ അത് ചത്തുപോകും എന്നൊക്കെ അവർ സംസാരിച്ചു. ആ സമയമാണ് ആ മൈതാനത്തേക്ക് ആ പ്രദേശത്തെ കുറേയധികം ആളുകൾ അവരുടെ വളർത്തുനായകളുമായിട്ടെത്തിയത്. കാര്യം അന്നവിടെ ഡോഗ് ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് വന്ന കുറെ നായകൾ അവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ ഇറച്ചി കഷ്ണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. സഹീദിന് തടയാൻ സാധിച്ചില്ല. സഹീദിന് ദേഷ്യവും വരുന്നുണ്ട്. താൻ കഷ്ടപ്പെട്ട് മോഷ്ടിച്ചതാണ്, അതിൽ നിന്നൊരു പ്രയോജനവും കിട്ടിയില്ല. നായകൾ അത് കഴിക്കുന്നു. അവിടെ ഡോഗ് കോമ്പറ്റീഷൻ നടത്തുന്ന വ്യക്തിയുടെ അടുത്ത് ചെന്ന് തന്റെ ഇറച്ചി നായകൾ കഴിച്ചതിന് തനിക്ക് പണം തരാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾ സഹേദിനെ അടിച്ചോടിക്കുകയായിരുന്നു ചെയ്തത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഗൊട്ടായിക്കും പേടിയായി. നായകൾ സഹേദിനെ കടിക്കുമോ എന്ന് പോലും ആ ചെറിയ പെൺകുട്ടി ഭയപ്പെട്ടു. അവനോട് തിരികെ വരാൻ അവൾ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്നും അവർ പോയത് വേസ്റ്റ് പേർക്കുന്ന ഇടത്തേക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് വിറകുകളും മറ്റും അവർ ശേഖരിച്ചു. പക്ഷെ ഇത്തവണ അതവർ കൊണ്ടുപോയി വിറ്റില്ല. അതുമായി അവർ നേരെ പോയത് ജയിലിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനെ വിളിച്ച് അതവർ അയാൾക്ക് കൊടുത്തു. അമ്മയ്ക്ക് കൈമാറാൻ പറഞ്ഞു. രാത്രിയിൽ അമ്മയ്ക്ക് തീയിടാൻ അതുപയോഗിക്കാം, തണുപ്പിൽ നിന്ന് രക്ഷ നേടാം. അതിനു വേണ്ടിയായിരുന്നു. അതുവരേക്കും ജയിലിൽ പോകാൻ അവർ പല വഴിയിലും ശ്രമിച്ചു. ഒക്കെ പരാജയപ്പെട്ടു. വീണ്ടും അവർക്ക് ആദ്യമായി മോഷ്ടിച്ച് ജയിലിൽ പോകാം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു പയ്യനുണ്ടല്ലോ, ആ പയ്യനെ കാണാൻ ചെന്നു. പയ്യനോട് കാര്യങ്ങൾ പറഞ്ഞു. ആ പയ്യനോടൻ മറുപടി കൊടുത്തു, ഒരു കാര്യം ചെയ്യ്, നിങ്ങള് ആ പാർക്ക് സിനിമയിലേക്ക് പോ. അവിടെ ബൈസിക്കിൾ തീവ്സ് എന്ന പേരിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ സിനിമ കാണാ. എങ്ങനെയാ മോഷ്ടിക്കേണ്ടതെന്നും പോലീസ് പിടിക്കുമ്പോൾ ജയിലിലാവുന്നതെന്നും ഒക്കെ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ പയ്യൻ പറഞ്ഞതിന് പ്രകാരം ആ രണ്ട് കുട്ടികളും സിനിമ കാണുവാൻ പോയി. അവർ ടിക്കറ്റ് എടുത്ത് ബൈസിക്കിൾ തീവ്സ് കണ്ടു. സൈക്കിൾ മോഷ്ടിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണത്. അത് കണ്ടുകഴിഞ്ഞ് ആ കുട്ടികൾ പുറത്തിറങ്ങി. സൈക്കിൾ മോഷ്ടിക്കാം, ഉടനടി അതിന്റെ പേരിൽ ജയിലിലുമാകാം. കുട്ടികൾ കണക്കുകൂട്ടി. അവർ തെരുവിൽ കാത്തിരുന്നു. ഒടുവിലൊരു അവസരം അവർക്ക് കിട്ടി. പാർക്ക് ചെയ്തു വെച്ച സൈക്കിൾ എടുത്ത് വേഗത്തിലോടാൻ സഹീദ് തീരുമാനിച്ചു. ഗൊട്ടായി അത് കണ്ട് ഉച്ചത്തിൽ കള്ളനെന്ന് വിളിച്ചു പറയണം. ആളുകൾ തടിച്ചുകൂടി അവനെ പിടികൂടും. അതോടെ അവനും അവൾക്കും ജയിലിലേക്ക് പോകാം. ആളുകൾ ചുറ്റിലും കൂടി സഹീദിനെ പിടികൂടി. അവന് മർദ്ദനമേറ്റു. തൊട്ടുപുറകെ പോലീസ് എത്തി. പോലീസ് സഹീദിനെ അറസ്റ്റ് ചെയ്തു. തങ്ങളുടെ വാഹനത്തിൽ കൊണ്ടുപോവാൻ തുടങ്ങി. സഹീദ് ഗൊട്ടായിയുടെ കാര്യം പറഞ്ഞെങ്കിലും പോലീസുകാർ അതൊന്നും ചെവികൊണ്ടില്ല. ഗൊട്ടായി സഹീദിനെ കൊണ്ടുപോകുന്ന വാഹനത്തിന് പിന്നാലെയോടി. സഹീദ് ഗൊട്ടായിയെ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവന്റെ കാഴ്ച പരിധിയിൽ നിന്നും ഗൊട്ടായി മറഞ്ഞിരുന്നു. സഹീദ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിനകത്ത് കിടക്കുമ്പോ കുറ്റബോധം അവന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. തീരുമാനം തെറ്റായി പോയി. അവനെ അടച്ചിരിക്കുന്നത് കുട്ടികളുടെ ജയിലിലാണ്. അമ്മയുടെ അടുത്തേക്ക് ആ ജയിലിലേക്ക് പോവാനാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷെ എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റൊരിടത്ത്. പാവം ഗൊട്ടായി. അവൾ എന്തു ചെയ്യും? തണുപ്പത്ത് പുറത്തവൾ എങ്ങനെ ജീവിക്കും? ആശങ്കയിൽ സഹീദ് ഉരുകിക്കൊണ്ടിരുന്നു. അവൻ പൊട്ടിക്കരഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞ് ആ ജയിലിന്റെ വെളിയിൽ ഗൊട്ടായി വന്നെത്തി. ഗൊട്ടായി ജയിലിന്റെ വാതിലിൽ മുട്ടി. അകത്തുനിന്ന് ശബ്ദം കേട്ടു. ആരാണത്? ഗൊട്ടായി മറുപടി കൊടുത്തു.
സൈക്കിൾ മോഷ്ടാവിന്റെ സഹോദരിയാണ്. ഗൊട്ടായിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിസ്സഹായയായി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. അഫ്ഗാനിലെ കുട്ടികൾ അനുഭവിച്ച ദുരിതവേദനയുടെ യാതനയുടെ കഥ പറഞ്ഞ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ.